അപ്പോ ഈ കൊറോണ കാലത്ത് എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കൊറോണ കാലത്ത് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ സോപ്പിട്ട് കഴുകുക എന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് ഹാൻഡ് വാഷ് വേണം. ഹാൻഡ് വാഷിനെ കൊണ്ടാണ് കഴുകേണ്ടത്. അപ്പൊ അത് ഹാൻഡ് വാഷ് ഒന്നും ഇപ്പൊ കടയിൽ കിട്ടാൻ തന്നെയില്ല. ചുരുങ്ങിയ കടകൾ മാത്രമേ ഇപ്പൊ തുറക്കുന്നുള്ളൂ. അവിടെ തന്നെ ഇപ്പൊ ഹാൻഡ് വാഷ് കിട്ടാൻ പോലുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്കൊരു ഹാൻഡ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഒരു 30 രൂപ മാത്രമേ ഇതിന് ചെലവുള്ളൂ. അപ്പോൾ 500 രൂപയുടെ ഹാൻഡ് വാഷ്, ടോട്ടൽ നമ്മുടെ മാർക്കറ്റില് 500 രൂപയ്ക്ക് കിട്ടുന്ന ഹാൻഡ് വാഷാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് ഇറക്കാം. എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതിന്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്ക്, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് 2 ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. ഇത് ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട്. ഇതിന് 45 രൂപ വിലയുള്ള ഒരു ഗ്ലിസറിനാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടിരുന്നത്. നമുക്ക് ഇതിൽ 2 സ്പൂൺ ഗ്ലിസറിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഇപ്പൊ ഒരു 10 രൂപയുടെ ഗ്ലിസറിൻ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യമുള്ളത് നമുക്ക് സോപ്പാണ്. ഇതിപ്പോ സോപ്പ് എടുക്കുമ്പോൾ വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോപ്പ് എടുക്കുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സോപ്പ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്ന ഒരു സോപ്പ് എടുക്കാൻ പാടില്ല. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സോപ്പ് എടുക്കണം. പിന്നെ ഉള്ളത് വെച്ചാല് അലോവേരയാണ്, നമ്മുടെ കറ്റാർവാഴ. ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ സോഫ്റ്റ് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മള് ചിലർക്കൊക്കെ ഈ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുമ്പം അലർജി ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെ അലർജി, ഈ അലോവേരയും കൂടി ചേർത്ത് കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നിന് അങ്ങനെ അലർജി അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോ ഏതായാലും നമുക്ക് ഈ സോപ്പ് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ കാബേജൊക്കെ അരിയുന്ന ചിരവയിൽ വെച്ചിട്ട് അരിയും. ഞാനിപ്പോ എടുത്തത് പറഞ്ഞാല് റെക്സോണയുടെ ഒരു സോപ്പാണ്. അത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ളത് കണ്ടില്ലേ, കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള സോപ്പാണ്. ഇതിപ്പോ നന്നായിട്ട് നമ്മള് ചിരകി വന്നിട്ടുണ്ട്. കുറച്ചും ഈ സോപ്പ് മുഴുവനായിട്ട് നമുക്ക് ചിരകേണ്ടതുണ്ട്. നമ്മുടെ സോപ്പ് നമ്മൾ മുഴുവനായിട്ടും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലോവേര എടുക്കാം. നമ്മള് ഈ ചുരണ്ടി എടുത്ത അലോവേര മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ചേരുവയിലേക്ക് ഈ അലോവേര ചേർക്കുമ്പോ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മള് 2-3 സ്പൂൺ അലോവേര ജെല്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂൺ ഗ്ലിസറിനും അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ലിറ്റർ വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോൾ ഈ 100 ഗ്രാം നമ്മൾ ചിരണ്ടിയ സോപ്പ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോ 2 ലിറ്റർ വെള്ളം അടുപ്പത്ത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ആക്കി വെച്ച സോപ്പ് കുറച്ചായിട്ട് ഇതിനകത്ത് ഇട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മള് വെള്ളം തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഇത് അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കാം. സോപ്പ് അലിയുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം.
ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഗ്ലിസറിനും അലോവേരയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അലോവേര ഈ ഗ്ലിസറിൻ എല്ലായിടത്തും നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അലോവേര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒരു 10 മണിക്കൂറോളം അടച്ചു വെക്കാം. അപ്പൊ 10 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹാൻഡ് വാഷ് തുറന്നു നോക്കാൻ പോവുകയാണ്. ഇത് നല്ല കട്ടയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. നന്നായി ലൂസാക്കി എടുക്കണം. നമ്മള് ഹാൻഡ് വാഷ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിന് ലോഹനാശനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സോപ്പ് ഉണ്ടാക്കുന്നത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോ നന്നായി ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് നിറക്കാം. അതിപ്പോ ബോട്ടിൽ ഞാൻ ശേഖരിച്ചത് പറഞ്ഞാൽ എന്റെ വീട്ടില് എല്ലാ കാലി കുപ്പികൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ നിറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി മുറിച്ചിട്ട് ഒരു നാളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിനകത്തേക്ക് നിറക്കാം. ഇത് കുപ്പിയിലാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കട്ടയാവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് നന്നായി കുറച്ച് ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളെ 2 ലിറ്റർ ഹാൻഡ് വാഷ് റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, ഇതിന് വെറും 30 രൂപയാണ് ചെലവ്. നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ബോട്ടില് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് 10-70 രൂപ വില വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മളെ പോലുള്ള സാധാരണക്കാരെടുത്ത് നിന്ന് എത്രയോളം പണം മോഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.